നൂറ് കോടിയിലധികം ജനങ്ങൾ അധിവസിക്കുന്ന ഒരു രാജ്യം, മഹത്തായ പാരമ്പര്യവും സംസ്കാരവും വളർന്നു വന്ന ഭൂമി ഇന്ത്യ. ഇന്ത്യ ലോകഭൂപടത്തിൽ സ്വയം അടയാളപ്പെടുത്തുന്നതിൻ്റെ മുഖ്യ കാരണങ്ങളിലൊന്ന് സുഗന്ധദ്രവ്യങ്ങളാണ്. ഈ പൈതൃകത്തിൻ്റെ സുഗന്ധദ്രവ്യങ്ങളുടെ വർണ്ണങ്ങൾ ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടാനുള്ള ഒരെളിയ ശ്രമമായിരുന്നു 22 വർഷം മുൻപ് ആരംഭിച്ചത്. ആ തുടക്കം ഇന്ന് മിഡിൽ ഈസ്റ്റിലേക്ക് ഏറ്റവും അധികം കേരളത്തിന്റെ രുചി വൈവിധ്യങ്ങളെ കയറ്റി അയക്കുന്ന ഒരു അന്തർദേശീയ വ്യാപാര ശൃംഖലയിൽ എത്തി നിൽക്കുന്നു. സേതൂസ് ഹരിതം ഫുഡ്സ്. ആയിരത്തി 1995 കോഴിക്കോട് ആരംഭിച്ച സേതൂസ് ഗ്രൂപ്പ് ഇക്കാലമത്രയും ആരോഗ്യസമ്പുഷ്ടമായ മലയാളിയുടെ ഭക്ഷണശീലത്തെ ലോകത്തിന് മുന്നിൽ കാഴ്ചവെക്കുന്നു. ഞാൻ എൻ്റെ അച്ഛൻ്റെ കൂടെയാണ് ഈ ഭക്ഷണത്തിൻ്റെ ബിസിനസ് മേഖലയിലേക്ക് ആദ്യം തന്നെ കടന്നു വരുന്നത്. അതിങ്ങനെ കൂടെ വന്ന് അതിൻ്റെ കൂടെ നിന്ന് അച്ഛൻ തന്നെ കാണിച്ചു തരുന്ന ആ വഴിയിലൂടെ ഞങ്ങൾ സഞ്ചരിച്ചു. ജീവിതത്തിലെ ഏറ്റവും ആസ്വാദ്യകരമായ അനുഭവങ്ങളിലൊന്ന് രുചികരമായ ഭക്ഷണം തന്നെയാണെന്ന് ഹരിതം ഫുഡ്സിന് അറിയാം. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ രുചികരമായ നിമിഷങ്ങൾക്കും ഹരിതം അതിൻ്റെ ഉൽപ്പന്നങ്ങളിലൂടെ സാക്ഷ്യം വഹിക്കുന്നത്. കഴിഞ്ഞ 22 വർഷങ്ങളിലൂടെ അത് ഭക്ഷണപ്രേമികളുടെ നാവിലൂടെ ഹൃദയത്തെ തൊടുന്നു. സൗദി അറേബ്യയിലായിരുന്നു അച്ഛൻ അവിടെ ഭക്ഷണത്തിൻ്റെ ബിസിനസ് ചെയ്തിരുന്നത്. ചെറിയ രീതിയിലായിരുന്നു ആ ബിസിനസ് ഉണ്ടായിരുന്നത്. 92 യുദ്ധം കഴിഞ്ഞ സമയത്ത്, കുവൈത്ത് വാർ കഴിഞ്ഞ സമയത്താണ് ഞാൻ സൗദിയിൽ പോകുന്നത്. അതിന് മുന്നേ അച്ഛൻ സൗദി അറേബ്യയിലുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് സൗദി അറേബ്യയിൽ പോയി ഈ ബിസിനസ് അച്ഛൻ്റെ കൂടെ കണ്ടിന്യൂ ചെയ്തു. അച്ഛൻ ഇവിടെ നാട്ടിൽ വന്ന് നമ്മൾ സേതൂസ് സാരീസ് ആൻഡ് ചുരിദാർസ് അത് ഇവിടെ തുടങ്ങി. അത് നല്ല ബിസിനസ്സായിട്ട് ഇവിടെ പോകുന്ന സമയത്ത് ഞാൻ ഭക്ഷണത്തിൻ്റെ എന്താ പറയുക, എനിക്ക് ഭക്ഷണത്തിൻ്റെ ബിസിനസ്സിനോടാണ് താല്പര്യം കൂടുതലായിട്ട് തോന്നിയത്. ഭക്ഷണത്തിന് നമ്മൾ പ്രാധാന്യം കൽപ്പിക്കുന്ന മാതിരി മറ്റൊന്നിനും ശരിക്കും പ്രാധാന്യം കൽപ്പിക്കില്ല. ആദ്യം ഭക്ഷണത്തിന് തന്നെയാണ് പ്രാധാന്യം കൽപ്പിക്കുന്നത്. യാദൃശ്ചികമായി 2007 ഏപ്രിൽ 29 അച്ഛൻ പെട്ടെന്ന് അസുഖം വന്ന് മരണപ്പെടുകയും പിന്നെ ഈ ബിസിനസ്സിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ ഞാൻ ഏറ്റെടുത്തു. അവിടുന്ന് അങ്ങോട്ട് അതിൻ്റെ ഓരോ സ്റ്റെപ്പും അതിൻ്റെ ആ പൾസ് മനസ്സിലാക്കിയിട്ട് എല്ലാം ഓൾ ഇൻ ഓൾ ആയിട്ട് നമ്മൾ ആദ്യം പർച്ചേസിങ്ങിൽ ശ്രദ്ധിച്ചു, മാർക്കറ്റിങ്ങിൽ ശ്രദ്ധിച്ചു. അങ്ങനെ പാലായിൽ നമ്മൾ ചെറുതായിട്ടൊരു യൂണിറ്റ് തുടങ്ങി. അവിടുന്ന് പാക്ക് ചെയ്ത് സാധനം മാനുഫാക്ചർ ചെയ്ത് പാക്ക് ചെയ്ത് സാധനം എക്സ്പോർട്ട് ചെയ്തു. ഇന്ന് സൗദി അറേബ്യയിലെ ഏറ്റവും ലീഡിംഗ് ബ്രാൻഡാണ് ഹരിതം ബ്രാൻഡ്. ഹരിതം അതിൻ്റെ ഉൽപ്പന്നങ്ങളുടെ മണത്തിലേക്കും ഗുണത്തിലേക്കും രുചിയിലേക്കും ഉള്ള യാത്ര തുടങ്ങുന്നത് മണ്ണിൽ നിന്നാണ്. ഇന്ത്യയെമ്പാടുമുള്ള നൂറുകണക്കിന് വയലേലകളിലെ പശിമയും വളക്കൂറുമുള്ള മണ്ണിൽ നിന്ന്, പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട കൃഷിയിടങ്ങളിൽ നിന്നാണ് ഹരിതം അതിൻ്റെ ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടിയുള്ള യാത്ര ആരംഭിക്കുന്നത്. നമ്മൾ ഏതാണോ എവിടെയാണോ ക്വാളിറ്റി ആയിട്ടുള്ള നല്ല പ്രൊഡക്റ്റ് കിട്ടുന്നത് അവിടെ ഡയറക്റ്റ് ചെന്ന് പർച്ചേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നത്. അത് കർഷകരെ എടുത്തു പോയി സാധനം വാങ്ങിക്കൊണ്ടുവന്നിട്ട്, ഉദാഹരണം പറയുകയാണെങ്കിൽ മുളക്, അത് ഗുണ്ടൂരിൽ, ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂരിൽ പോയി ഡയറക്റ്റ് കർഷകരെ എടുത്തു പോയിട്ട് നമ്മളുടെ ആൾക്കാർ അവിടെ പോയി പർച്ചേസ് ചെയ്തു. ഇങ്ങനെ സംഭരിക്കപ്പെടുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും എത്തിച്ചേരുന്നത് കറുത്ത പൊന്നു വിളയുന്ന വയനാടൻ മലനിരകളിലെ കോറം എന്ന പ്രദേശത്തുള്ള ഹരിതം ഫുഡ്സിന്റെ പ്രോസസ്സിംഗ് ഫാക്ടറിയിലേക്ക്. നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങൾ വയനാട്ടിലെ ഞങ്ങളുടെ കോരത്തുള്ള ഫാക്ടറിയിൽ കൊണ്ടുവരുമ്പോൾ അവിടെ നിന്ന് തരം തിരിച്ചിട്ട് നല്ല സാധനങ്ങൾ മാത്രം സെലക്ട് ചെയ്ത് വളരെ ഗുണമേന്മയുള്ള സാധനങ്ങളാക്കിയിട്ടാണ് നമ്മൾ പാക്കിംഗ് സെക്ഷനിലേക്ക് എത്തിക്കുന്നത്. ഭാരതത്തിന്റെ സമൃദ്ധമായ വയലേലകളിൽ വിളയുന്ന ഈ സ്വാദിന്റെ സത്തുകളെ അതേ രുചിയിലും നൈർമല്യത്തിലും ഓരോ ഉപഭോക്താവിനും എത്തിക്കാൻ ഹരിതം ബദ്ധശ്രദ്ധരാണ്. ഇവിടെ വച്ചാണ് ഓരോ കാർഷികോൽപ്പന്നവും അതിൻ്റെ യഥാർത്ഥ ഗുണവും മണവും നഷ്ടപ്പെടാതെ അത്യാധുനിക യന്ത്രസജ്ജീകരണങ്ങൾ കൊണ്ട്
കൃത്യമായ ചൂടിലും അളവിലും വറുത്തും പൊടിച്ചും സംസ്കരിച്ചെടുക്കുന്നത്. തീർച്ചയായും മനുഷ്യാധ്വാനത്തിന്റെ കൂടെ സാങ്കേതിക വിദ്യയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുവഴി ഓരോ ഉപഭോക്താവിന്റെ മുഖത്തും സംതൃപ്തിയുടെ പുഞ്ചിരി വിരിയിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നു. ഹരിതം ഫുഡ്സ് എന്ന് വെച്ചാൽ സൗദി അറേബ്യയിൽ ഒരുവിധം ഇന്ത്യക്കാർക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് സൗദി അറേബ്യയിലെ ഏതൊരു ഇന്ത്യ കുടുംബത്തിനോടും, മലയാളി കുടുംബത്തിന് മാത്രമല്ല ഇന്ത്യൻ കുടുംബത്തിനോടും ചോദിച്ചാൽ അറിയപ്പെടുന്ന ഒരു സാധനമാണ് ഹരിതം. ബിസിനസ്സിൻ്റെ വളർച്ച കണ്ടിട്ടാണോ ആ ബിസിനസ് സാധനത്തിൻ്റെ ക്വാളിറ്റി അത്രയും കണ്ടിട്ട് അത് കുവൈത്തിൽ എന്നോട് ആവശ്യപ്പെട്ടു. അതിന് ഞാൻ സാവധാനം കുവൈത്തിലും ഈ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് കുവൈത്തിലും അറിയപ്പെടുന്ന ഒരു ബ്രാൻഡാണ് ഹരിതം ഫുഡ്സ്. അവിടെയുള്ള മലയാളികളെല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് കേരളത്തിൽ തുടങ്ങാത്തത്? ഇത്രയും നല്ല സാധനം എന്തുകൊണ്ട് നിങ്ങൾ കേരളത്തിൽ സപ്ലൈ ചെയ്യുന്നില്ല? നല്ല സാധനം കൊടുക്കുമ്പോൾ അതിൻ്റെ പ്രൈസിൻ്റെ വേരിയേഷനും ഈ പരസ്യത്തിൻ്റെ വേരിയേഷനെല്ലാം നോക്കുമ്പോൾ പെട്ടെന്ന് മാർക്കറ്റിൽ ഈ സാധനം ബിസിനസ് ചെയ്യാൻ ബുദ്ധിമുട്ടാവുമോ എന്നുള്ളൊരു ഉൾഭയം കാരണം കേരളത്തിലേക്ക് ഞാൻ ചെയ്തില്ല. ഖത്തറിൽ നിന്നും ഒമാനിൽ നിന്നും എൻ്റെ ഈ ബിസിനസ് അവിടേക്ക് സാധനം എക്സ്പോർട്ട് ചെയ്ത് കൊടുക്കണം, അവിടെ മാർക്കറ്റ് ചെയ്യണം, അവിടുത്തെ മാർക്കറ്റിൽ ഈ സാധനം അവൈലബിലിറ്റി ഉണ്ടാവണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് എൻക്വയറി വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ ആദ്യം അതിനേക്കാൾ മുന്നേ ഇനി ഈ സാധനം 2 സ്ഥലം കഴിഞ്ഞ് ഇനി നമ്മൾ അടുത്ത ഗൾഫ് മേലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ അടുത്ത് നമ്മളെ നാട്ടിലെ ആൾക്കാർക്ക് നമ്മളെ സാധനം ഈ ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ച് കൊടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം മനസ്സിൽ ഉണ്ട്. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു ആരംഭമാണ് നമ്മളിപ്പോൾ ഈ ചെയ്യുന്ന പുതിയൊരു സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനവും അതിനോടനുബന്ധിച്ചുള്ള ബാക്കിയുള്ള കാര്യങ്ങളും. വയനാട്ടിലെ ഫാക്ടറിയിൽ നിന്നും ശരിയായ അനുപാതത്തിൽ സംസ്കരിച്ചെടുക്കുന്ന ഉൽപ്പന്നങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിനനുസരിച്ച് പാക്ക് ചെയ്തെടുക്കുന്നത് കോഴിക്കോട്ടെ ഫാക്ടറിയിൽ വെച്ചാണ്. ഉപയോഗിക്കുന്നവർ ആ സാധനം മനസ്സിലാക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ അതിന് നല്ലൊരു ശാശ്വതമായ ഒരു ബിസിനസ് ഉണ്ടായിരിക്കും. നല്ല സാധനം എപ്പോഴും കൊടുക്കുമ്പോൾ ജനങ്ങൾ സ്വീകരിക്കും. അതിന് കുറച്ച് സമയമൊക്കെ പിടിക്കും. ആ സമയം പിടിച്ചാലും നമ്മളെ ബിസിനസ് നല്ല രീതിയിൽ പോകും. അതീവ ശ്രദ്ധയോടുകൂടിയുള്ള പാക്കിംഗ് ഉൽപ്പന്നങ്ങളുടെ നിലവാരം അതേപടി നിലനിർത്തി ഉപഭോക്താവിലെത്തിക്കാനും ദീർഘകാലം കേടുകൂടാതെ ഇരിക്കാനും സഹായിക്കുന്നു. ഈ ശ്രദ്ധയാണ് ഏറെക്കാലമായി മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ ഹരിതം ഫുഡ്സിനെ ഏറെ പ്രിയപ്പെട്ടതാക്കുന്നത്. നല്ലൊരു ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടാണ് എൻ്റെ ഒരു ബിസിനസ് ഈ ഒരു ലെവലിലേക്ക് വളർന്നതെന്നും അതിൽ ദൈവത്തിൽ വിശ്വസിച്ച് ഈ ഒരു ബിസിനസ് എങ്ങനെയും നല്ല രീതിയിലാക്കി തരണമെന്ന് കണക്കാക്കിക്കൊണ്ടുമാണ് നമ്മൾ ഈ ബിസിനസ് ചെയ്യുന്നത്. ഓരോ ഉൽപ്പന്നവും പാക്ക് ചെയ്യുമ്പോൾ ദീർഘകാലം കേടുകൂടാതെ ഇരിക്കുന്നതിനും അതിൻ്റെ തനത് മണവും രുചിയും കൈമോശം വന്നു പോകാതിരിക്കാനും ആധുനികമായ പാക്കിംഗ് സൗകര്യങ്ങളാണ്
ഈ ഫാക്ടറിയിലുള്ളത്. ഇപ്പോൾ നമ്മൾ ഇവിടെ കേരള മാർക്കറ്റിൽ കിട്ടുന്നതിന് വേണ്ടി അതിനുള്ള പുതിയൊരു യൂണിറ്റാണ് നമ്മൾ ഇവിടെ കക്കോടിയിലെ മോരിക്കര എന്ന സ്ഥലത്ത് നമ്മൾ ഈ പുതിയൊരു യൂണിറ്റ് തുടങ്ങിയത്. അതേമാതിരി വയനാട്ടിൽ നിന്ന് പൊടിച്ചിട്ട് അത് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ ഒരു ഹൈടെക് പാക്കിംഗ് ആയിട്ട് നമ്മൾ അതിനുള്ള ഒരു സ്ഥാപനമാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഏറ്റവും ആധുനിക രീതിയിലുള്ള മെഷീനറികളാണ് ഉപയോഗിക്കുന്നത്. അതിനു വേണ്ടുന്ന കറണ്ട് ഞാൻ സ്വന്തമായിട്ട് തന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണ്. അതായത് സോളാർ വഴിയാണ് ഞാൻ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത്. അതിൽ എനിക്ക് വേണ്ട കറണ്ട് 21 kW കറണ്ടാണ്. പക്ഷേ ഞാൻ ഉൽപ്പാദിപ്പിക്കുന്ന കറണ്ട് 50 kW കറണ്ടാണ്. ഇതിൽ ബാക്കിയുള്ള കറണ്ട് ഞാൻ ഉപയോഗിച്ചതിന് ശേഷം ബാക്കി വരുന്ന കറണ്ട് ഇവിടുത്തെ എൻ്റെ ചുറ്റുവട്ടത്തുള്ള ഇവിടുത്തെ ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി കൊടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇലക്ട്രിസിറ്റി ബോർഡുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ ഈ ഭക്ഷണ സാധനം ഉണ്ടാക്കുന്ന ഫാക്ടറികളിലെ സോളാറിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഏറ്റവും ആദ്യത്തെ ഫാക്ടറി ആയിരിക്കും എൻ്റെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടുന്ന് പർച്ചേസിങ്ങിലും മാനുഫാക്ചറിങ്ങിലും അതിൻ്റെ പാക്കിങ്ങിലും അതിൻ്റെ സാധനം മാർക്കറ്റ് ചെയ്യുന്നതിലും ഓൾ ഇൻ ഓളായിട്ട് ഞാൻ അതിനെ കവർ ചെയ്യുന്നുണ്ട്. അതിനെനിക്ക് നന്നായി സപ്പോർട്ട് ചെയ്തു തരുന്നത് സൗദി അറേബ്യയിലെ മൊസസ അൽ ജൗസ അൽ ദഅബിയ എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ എൻ്റെ സ്പോൺസറായ സയ്യിദ് അൽ മാലിക്കി, കൂടാതെ കുവൈത്തിലെ സ്പോൺസർ സാദലാഫി അൽ മുത്തേരി, അവരും നല്ലോണം എന്നോട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് എൻ്റെ ബിസിനസ് വളരുന്നതിൽ ഇവർ രണ്ടുപേരും നല്ല സപ്പോർട്ടാണ് എനിക്ക് തന്നിട്ടുള്ളത്, സൗദിയിലായാലും കുവൈത്തിലായാലും. പക്ഷേ എനിക്ക് ഫ്രീഡം തന്നിട്ട് ഏത് ബിസിനസ്സും നിൻ്റെ റെസ്പോൺസിൽ ചെയ്തോ, പക്ഷേ അതിനൊരു ഉത്തരവാദിത്തത്തോടു കൂടി നീ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവരെന്നെ സപ്പോർട്ട് ചെയ്തു. നിലവാരം ഒട്ടും ചോർന്നു പോകാത്ത വിധത്തിൽ ഉപഭോക്താവിന്റെ പ്രതീക്ഷയ്ക്കൊത്തുള്ള ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യാൻ ഹരിതം ഫുഡ്സിന്റെ അന്തർദേശീയ വിതരണ ശൃംഖലയ്ക്കാവും. എൻ്റെ ഈ വളർച്ചയിൽ എൻ്റെ കൂടെ നിന്നിട്ടുള്ള എൻ്റെ കുടുംബം, ബാബു, കോഴിക്കോടും സൗദി അറേബ്യയിലും കുവൈത്തിലുമുള്ള എൻ്റെ എല്ലാ ജോലിക്കാരുമായി തന്നെ വയനാട്ടിലെ എൻ്റെ ഫാക്ടറിയിലുള്ള എല്ലാ ജോലിക്കാരോടും മറ്റുള്ള എൻ്റെ ജോലിക്കാർ, അതേത് മേഖലയിലായാലും മാർക്കറ്റിലായാലും ഗോഡൗണിലായാലും അക്കൗണ്ട്സിലിരിക്കുന്ന എല്ലാ ആൾക്കാരും, അതിന് കൂടെ എൻ്റെ ഫ്രണ്ട്സും. ഇപ്പോൾ നമ്മൾ ഈ ഒരു പുതിയ സ്ഥാപനം ഇത്ര നല്ല രീതിയിൽ ഇങ്ങനെയൊരു സെറ്റപ്പിൽ ഇവിടെ തുറക്കാൻ എനിക്ക് കുറേ ഉപദേശങ്ങൾ തന്ന എൻ്റെ കുറേ ഫ്രണ്ട്സുണ്ട്. അത് ബിസിനസ് മേഖലയിലുള്ള ആൾക്കാർ തന്നെയാണ്. അവരെല്ലാവരുടെയും ഞാൻ ഈ സന്ദർഭത്തിൽ എപ്പോഴും അവരെ നല്ലവണ്ണം ഓർക്കുന്നു. അവർക്കെല്ലാവർക്കും നന്ദി ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുന്നു. ഇന്ത്യൻ മസാലക്കൂട്ടുകൾ ഏറ്റവും കൂടുതൽ വിദേശത്തേക്ക് കയറ്റി അയക്കുന്നതിനു വേണ്ടി വിദേശ വിപണി ആവശ്യപ്പെടുന്ന പാക്കിംഗ് മാനദണ്ഡങ്ങൾ ഓരോ ഉൽപ്പന്നത്തിലും പാലിക്കേണ്ടതുണ്ട്. ഹരിതം ഫുഡ്സിന്റെ ക്വാളിറ്റി കൺട്രോൾ ടീം ഇവ ഓരോന്നും പരിശോധിച്ച് അപ്രൂവൽ നൽകിയ ശേഷം മാത്രമാണ് പൊതുവിതരണത്തിനായി പുറത്തേക്ക് അയക്കുന്നത്. ഹരിതം ഉറപ്പുവരുത്തുന്നു അതിന്റെ ഓരോ ഉൽപ്പന്നങ്ങളും ഏറ്റവും മികച്ച സ്വാദോടെയാണ് ഓരോരുത്തരിലും എത്തിച്ചേരുന്നതെന്ന്. നിരന്തരമായി മികച്ച സ്വാദിനു വേണ്ടിയുള്ള അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം ഹരിതം മുന്നിൽ കാണുന്നത് നിങ്ങളുടെ പുഞ്ചിരിയും തെളിഞ്ഞ പ്രകൃതിയെയുമാണ്. ഒരുവിധം എല്ലാ സാധനങ്ങളും മാർക്കറ്റിൽ ഹരിതം ഫുഡ്സിൻ്റെ പേരിൽ കിട്ടുന്നതായിരിക്കും. അതിനുള്ള ശ്രമത്തിലാണ് ഞാൻ. എത്രയും പെട്ടെന്ന് ഈ സാധനം നമ്മളെ കേരളത്തിൽ മൊത്തത്തിൽ എത്തിക്കണം. അത് കഴിഞ്ഞ് കേരളത്തിന് പുറത്തുള്ള മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്കും മലയാളികൾ എവിടെയുണ്ടോ അവിടെയെല്ലാം നമ്മൾ ഹരിതം ഫുഡ്സ് എത്തിക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹത്തിൽ സേതുസ് ഹരിതം ഫുഡ് പ്രോഡക്ട്സ് ഞാൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു.
ആധുനിക മനുഷ്യന്റെ ഭക്ഷണരീതി അവന്റെ വിശപ്പടക്കലിന്റെ മാത്രം സൂചകമല്ല. അത് ഒരാളുടെ ജീവിത നിലവാരത്തിന്റെയും സംസ്കാരത്തിന്റെയും കൂടി അളവുകോലാണ്. അതുകൊണ്ടാണ് നാം ഫുഡ് കൾച്ചർ അഥവാ ഭക്ഷണ സംസ്കാരം എന്ന വാക്ക് ഉപയോഗിച്ചു വരുന്നത്. സ്വാദിഷ്ടവും വിഷരഹിതവുമായ ഭക്ഷണം ഒരാളുടെ ശരീരത്തെ മാത്രമല്ല, മനസ്സിനെ കൂടിയാണ് നിർമ്മലീകരിക്കുന്നത്. ഒരുപാട് നല്ല മനസ്സുകളുടെ കൂട്ടത്തെയാണ് നാം ഒരു നല്ല സമൂഹം എന്ന് വിളിക്കുന്നത്. അത്തരം ഒരു വൻമരത്തിന് വിത്തിടലാണ് ഹരിതം ഈ ചെറിയ ഭൂമികയിൽ നിന്നുകൊണ്ട് നിർവഹിക്കുന്നത്. തിരിതെളിയട്ടെ ഒരു നല്ല സംസ്കാരത്തിന്റെ ഭക്ഷണശീലത്തിനായി. സേതൂസ് ഹരിതം ഫുഡ്സ്.